ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ നമുക്ക് ഈ ഞായറാഴ്ച പകലിൽ കർത്താവിനെ ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാനും ഒരുമിച്ച് കർത്താവ് നമുക്ക് തന്ന ഈ നല്ല കൂട്ടായ്മയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. परमेश्वर यीशु मसीह के नाम की स्तुति हो. आज संडे परमेश्वर की महिमा करने के लिए, प्रशंसा करने के लिए और परमेश्वर की आराधना करने के लिए हम सबको परमेश्वर ने इकट्ठा लेके आए, इसलिए हम प्रभु को धन्यवाद करेंगे. तो आइए अपने ध्यान को वचन की ओर लेके आएंगे. നമ്മുടെ ധ്യാനം ദൈവവചനത്തിലേക്ക് കൊണ്ടുവരാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 37 തൊട്ട് 47 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നാം ധ്യാനിക്കുന്നത്. ഇന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം നാം തീർക്കും. ഇന്നേക്ക് ഒരു 4 ആഴ്ചയ്ക്ക് മുമ്പ് ഈ വാക്യം നമ്മൾ കുറിവാക്യമായിട്ട് എടുത്തായിരുന്നു. ഞാൻ അന്ന് പറഞ്ഞത് ഈ വാക്യത്തിലേക്ക് നമ്മൾ അവസാനം വരും. അങ്ങനെ ഈ അവസാന സമയത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. जॉन चैप्टर 5 वर्सेस 37 till 47. 3-4 हफ्ता पहले हमने इस वर्सेस को, पैसेज को एज ए की पैसेज लिया था और मैंने आप लोग से कहा हम लोग इसमें आएंगे टुवर्ड्स द एंड. ये चैप्टर 5 क्या है समझने के बाद हम लोग उसमें आएंगे करके हमने देखा था, कहा था. प्रभु का वचन ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ടു ഹിയർ ആൻഡ് ഗോ, കേട്ടിട്ട് പോകുവാൻ വേണ്ടി മാത്രമല്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, एक एग्जाम्पल बोलूं. अगर मैं आप लोगों को बोलूं चले इस हॉल से हम लोग सब लोग बाहर जाएं, इस हॉल से हम लोग सब लोग बाहर जाएं, ഈ ഹാളിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും പുറത്തു പോകാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? ആ, കേൾക്കാൻ നല്ല രസമുണ്ട് കേട്ടോ, सुनने के लिए बहुत अच्छा है, ऐसा बोलेंगे आप? What will you do? What you have heard, you will apply it. കേട്ടതിനെ അതിനെന്ത് ചെയ്യും? അത് അപ്ലൈ ചെയ്യും. അതിന് एप्लीकेशन. जो सुना है उसको अप्लाई करेंगे ना. मैं जैसे ही बोलूंगा तुरंत आप लोग क्या करेंगे? यहां से उठेंगे, बाहर जाएंगे. इसी तरह प्रभु का वचन एवरी संडे जब हम लोग सुनते हैं, इट इज नॉट जस्ट टू इन्फॉर्म यू, इट इज नॉट जस्ट टू एक्साइट यू, इट इज to bring into application. ഇത് കേവലം കേൾക്കാനല്ല, ഇത് കേവലം കേട്ടിട്ട് രസിക്കാനുമല്ല. ഇതിൽ കേട്ടതിന് ശേഷം ഇതനുസരിച്ച് ജീവിച്ച് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാനും കൂടാണ് ഇവിടെ ദൈവവചനം പ്രസംഗിക്കുന്നത്. God's word is the primary important in our life. ചിലരെയൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, 4 മണിക്കൂറൊക്കെ വർഷിപ്പ് ചെയ്യും, എന്നാൽ അരമണിക്കൂർ ദൈവവചനം കേൾക്കാൻ അസ്വസ്ഥതയാണ്. അവർക്ക് കാര്യമായ ആത്മീക പ്രോബ്ലം ഉണ്ട്. ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു വലിയൊരു സഭ 4.5 മണിക്കൂർ വർഷിപ്പ് ചെയ്തു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ വർഷിപ്പിന് എന്ത് ചെയ്തില്ല? വർഷിപ്പ് പാട്ടല്ല എന്ന് ഞാൻ ആദ്യമേ പറയാം. 4.5 മണിക്കൂർ വർഷിപ്പ് ഞാനതൊന്ന് ഓടിച്ചു നോക്കി, എങ്ങും ഒരിടത്ത് പോലും ദൈവവചന ശുശ്രൂഷയില്ല. പുതിയ നിയമം പഠിപ്പിക്കുന്നത് ആത്മീക വളർച്ച കൈപൊക്കി പാട്ട് പാടുമ്പോൾ വരുന്ന നല്ല പഠിപ്പിക്കുന്നത്. 1 പത്രോസ് 2-ാം അധ്യായം, മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. എന്തിന്? രക്ഷയ്ക്കായി വളരുവാൻ. അപ്പം താങ്കൾക്ക് വർഷിപ്പിനോടാണ് കൂടുതൽ താല്പര്യം, ദൈവവചനത്തോട് താല്പര്യമില്ലെങ്കിൽ you have some spiritual disease. वर्शिप में बहुत लोग मगन होते हैं. मैं यहाँ पर एक बाजू में एक चर्च में देखा 4.5 घंटे का, यूट्यूब पे पड़ा है 4.5 घंटे का वर्शिप. मैं जल्दी दौड़ कर देखा, where is the word? Where is the word? वर्ड किधर है? वर्ड नहीं है. 4.5 hour नाचना गाना. ओके, प्रभु का वचन कहता है आत्मिक ग्रोथ, स्पिरिचुअल ग्रोथ हाथ उठाकर वर्शिप करने की वजह से नहीं आता. 1 पीटर चैप्टर 2 वर्सेस 2-3 में लिखा है कि आत्मिक दूध की लालसा करो ताकि तुम अपने नजात में, अपने उद्धार में बढ़ सके. So it is by drinking the pure milk we grow in our salvation. Word of God is very important
for our spiritual growth. ദൈവവചനം നമ്മുടെ ആത്മീക വളർച്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഉപദേശം, ദൈവവചനത്തിൽ ഉപദേശം പഠിപ്പിക്കുക എന്നുള്ളത് ദൈവസഭയുടെ അവസാനത്തെ ഒരു അജണ്ടയല്ല, ദൈവസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. प्रभु का वचन सिखाना कलीसिया का एक लास्ट एजेंडा नहीं है. दैट इज द ओनली एजेंडा, दैट इज द ओनली प्रोग्राम द चर्च हैज टू टीच गॉड्स वर्ड. इफ आई एम नॉट रॉन्ग, मार्टिन लॉयड जोन्स करके एक प्रभु के दास, ही पास्ड अवे. वो जब एक चर्च में नया चार्ज लिया तो उस हफ्ता शायद, इफ आई एम नॉट रॉन्ग, उस हफ्ता स्टेज में एक बड़ों का एक स्किट प्रोग्राम होता है, जो यूजुअली होता है यूथ प्रोग्राम, स्किट. तो यूथ प्रोग्राम में मार्टिन लॉयड जोन्स उधर नीचे बैठा हुआ है. देखो तो पुलपिट को जो है बीच में से हटा दिया. मार्टिन लॉयड जोन्स ने क्या किया मालूम है? नेक्स्ट वीक पुलपिट के चारों तरफ कीला टोकर उधर रख दिया और बोला, that is the place for the word of God in the church. Not in the side, not in the corner, but the word of God takes the center stage in the church. प्रभु का वचन जो है कलीसिया में सेंटर स्टेज को लेता है. വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ പെരുവെള്ളത്തിനെ പോലെ ദൈവത്തിന്റെ ശബ്ദം യോഹന്നാൻ കേട്ട്. എന്നതിന്റെ അർത്ഥം എന്താ? प्रकाशित वाक्य 3 अध्याय में जब हम लोग पढ़ते हैं, यूहन्ना जब ही मुड़कर जब देखा तो उसने मनुष्य के पुत्र को देखा. पहला अध्याय रेवलेशन चैप्टर 1 वर्सेस 13 ऑनवर्ड्स का वचन को मैं पढ़ता हूं. उसका 15 वर्सेस देखे. His voice was like the sound of many waters. हिंदी में कैसा है? उसका 15 वचन का लास्ट वर्स, उसका शब्द बहुत जल के शब्द के समान, बहुत जल के शब्द के जैसा था. പെരുവെള്ളം പോലിരിക്കുന്നവന്റെ ശബ്ദം. Are you listening, children? His voice is like a many waters. Just think about this. ഒന്ന് ചിന്തിച്ചേ. പെരുവെള്ളം നടന്നു പോയിക്കൊണ്ടിരിക്കുന്നിടത്ത് നമ്മൾ എന്തെങ്കിലും പറഞ്ഞ അപ്പുറത്തൊരു കേൾക്കൂ, ഉറക്കെ പറയണം, എന്നിട്ട് പോലും കേൾക്കത്തില്ല. झरने के पास है ना, कनाडा में एक फेमस है एक झरना है, विक्टोरिया फॉल्स, नायगरा फॉल्स. नायगरा फॉल्स के पास जाकर कितना भी जोर से चिल्लाएगा तो भी आवाज अपना नहीं आएगा. क्यों? क्योंकि अपना आवाज से भी बड़ा आवाज है कौन सा? यहां पर क्वेश्चन है, फॉल्स में देयर इज एन साउंड, और साउंड के वजह से आपस का वॉइस नहीं सुन सकता. दैट इज द पिक्चर हियर. प्रभु की कलीसिया में प्रभु का आवाज सबसे ज्यादा जोर से उठता है, वो है प्रभु का वचन. ദൈവവചനമാണ് ദൈവസഭയിൽ ഏറ്റവും കൂടുതൽ മുഴങ്ങി കേൾക്കേണ്ടത്. ദൈവവചനം മുഴങ്ങി കേൾക്കാത്തത് കൊണ്ടാണ് പല ശബ്ദങ്ങൾ സഭയിൽ വരുന്നത്. प्रभु का वचन जब इस वाटर के जैसा, गरजते हुए पानी के जैसा नहीं चर्च में होता है, इसके लिए बहुत अलग अलग आवाज चर्च में होता है. मुझे चेयरमैन बनना है, मुझे सेक्रेटरी बनना है, पास्टर जाने के बाद मैं होगा पास्टर. पॉलिटिक्स का आवाज आ रहा है चर्च में, गॉसिप आ रहा है. क्यों? बिकॉज देयर इज नो वर्ड इन द चर्च. प्रभु का वचन कलीसिया में आएगा, पीपल विल फियर नॉट द पास्टर बट द वर्ड ऑफ गॉड. प्रभु के वचन को भय करेंगे. प्रेज द लॉर्ड. आज हम लोग लिया हुआ पैसेज, दिस इज द थर्ड विटनेस ऑफ लॉर्ड जीसस क्राइस्ट. യേശു മസീഹ് का तीसरा विटनेस, യേശു കർത്താവിന്റെ മൂന്നാമത്തെ സാക്ഷ്യം. पहला गवाही कौन सा है? कौन है पहला गवाह?
യൂഹന്ന ബപ്തിസ്മ ദേനെ വാല. ദൂസറ ഗവാ കോൺ ഹെ? രണ്ടാമത്തെ സാക്ഷി ആരാണ്? ദ വർക്ക്സ്, കർത്താവ് ചെയ്ത അടയാളങ്ങളാണ് രണ്ടാമത്തെ സാക്ഷി. ദ വിറ്റ്നസ് ഓഫ് ഹിസ് വർക്ക്സ്. ഓർ തിസ്ര ഗവാ, what we are going to look today is the witness of the scriptures. തിരുവഴുത്തുകൾ യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. परमेश्वर के वचन जो है, परमेश्वर का वचन यीशु मसीह के बारे में गवाही देता है. नाउ ब्रदर्स एंड सिस्टर्स, आपको मालूम है यीशु मसीह गवाहों को क्यों प्रस्तुत कर रहा है? क्योंकि यीशु मसीह ने कुछ क्लेम किया था. वो क्लेम का सपोर्ट में यहूदियों को दे रहा. सी, यूहन्ना ने आकर मेरे बारे में क्या गवाही दिया, मेरा काम क्या गवाही दे रहा है, प्रभु का वचन मेरे बारे में क्या गवाही दे रहा है. लुक एट दिस विटनेस एंड बिलीव. ഈ സാക്ഷ്യങ്ങളെ കർത്താവ് കൊടുക്കുന്നതിന് കാരണം എന്താണ്? എന്താ കാരണം? കാരണം കർത്താവ് ക്ലെയിം ചെയ്തു താൻ ആരാണ്? പിതാവിന് തുല്യനാണെന്ന്. ജീവൻ കൊടുക്കാനും പിന്നെ ന്യായം വിധിക്കാൻ കർത്താവിന് അധികാരമുണ്ടെന്ന് പറയുകയാണ്. ഈ കർത്താവ് ഈ പറയുന്ന കാര്യത്തെ അവരെ കേൾക്കുന്ന യഹൂദന്മാരുടെ മുമ്പിൽ സാക്ഷിയായിട്ട് കൊടുക്കുകയാണ്. നോക്കിക്കേ, യോഹന്നാൻ വന്ന് എന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു, എൻ്റെ പ്രവർത്തികൾ എന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. 3, ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് തിരുവഴുത്തുകൾ എന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. Now यहाँ पर जब when it is talking about scriptures, you should not mistake that Jesus is talking about Old Testament and New Testament. That time there was no New Testament. New Testament नहीं लिखा गया था. So when Jesus is talking about scriptures, प्रभु का वचन करके बोल रहे, it is talking about the Old Testament. പഴയ നിയമത്തെ കുറിച്ചാണ് പറയുന്നത്. തിരുവഴുത്തുകൾ എന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്നു എന്ന് പറയുമ്പോൾ പുതിയ നിയമം ഒന്നും എഴുതിയിട്ടില്ല. അപ്പോൾ പുതിയ നിയമമല്ല, പഴയ നിയമത്തെ കുറിച്ചാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. प्रभु का वचन केवल जीसस को खाली पॉइंट नहीं करता, प्रभु का वचन हम लोग सच में कौन है करके बताता है. आईना है. തിരുവഴുത്തുകൾ യേശുവിനെ മാത്രമല്ല ചൂണ്ടിക്കാണിക്കുന്നത്, തിരുവഴുത്തുകൾ ഞാൻ ആരാണെന്നും നമ്മൾ ആരാണെന്നും വ്യക്തമായി കാണിക്കുന്ന കണ്ണാടിയാണ്. സ്തോത്രം. ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ, പ്രത്യേകിച്ച് മലയാളികളായ നമുക്കൊരു നല്ലൊരു ഗുണമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാത്തിനും നമുക്ക് തന്നെ നല്ല മാർക്കിടും, ഇല്ലേ? ഈ ടിക്ക് ഞാനിവിടെ കൊള്ളാം, ഇവിടെ കൊള്ളാം, 10/10. അപ്പം നമുക്ക് തന്നെ മാർക്ക് ഇട്ടിട്ട് നമ്മൾ നല്ല മിടുക്കന്മാരും മിടുക്കികളുമായിരിക്കുമ്പം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുൻപാകെ നമ്മൾ ചെല്ലുമ്പോഴാണ് യഥാർത്ഥ നമ്മുടെ ചിത്രം മനസ്സിലാകുന്നത്. हमारा सबसे बड़ा डिसेप्शन क्या होगा मालूम है? हम खुद ही अपने आप को मार्क देते हैं. हम लोग मार्क दे रहे, मैं तो इधर अच्छा हूं, अरे इधर तो मैं तो बहुत अच्छा हूं, इधर तो मैं और अच्छा हूं, 10 में से 10. और हम लोग खुश हो जाते हैं कि हमने मार्क दिया और हमको अच्छा लगा. लेकिन मी एंड यू, मैं और आप लोग प्रभु के वचन के आईने के सामने जाकर देखना है, हु आई एम ट्रूली, मैं सच में कौन है. अपने आप को मार्क देना बंद कर दे, वो काम नहीं होगा, उसका कोई फायदा नहीं है. हाँ, आपको मार्क देना है तो प्रभु के वचन के आईने के सामने जाकर रखकर फिर मार्क दे के देखो. അഥവാ നമുക്ക് മാർക്ക് കൊടുക്കണമെങ്കിൽ ദൈവവചനത്തിന്റെ മുൻപാകെ നമ്മൾ കൊണ്ടുപോയിട്ട് പിന്നെ മാർക്ക് കൊടുക്കണം. ദാറ്റ് ഈസ് വൈ വി റീഡ് ഗോഡ്സ് വേർഡ്. That is why we study God's word. इसलिए प्रभु के वचन को हम सीखते, because this is our standard. इदान हमारा standard. तो ये प्रभु का वचन देखो, अभी ये मैसेज होने के बाद आप देखेंगे इन यहूदियों का झूठापन को, हिपोक्रेसी को यीशु मसीह वचन के जरिए से खोल देता है. ഈ യഹൂദന്മാരുടെ കള്ളത്തരത്തെ, അവരുടെ പൊള്ളത്തരമുള്ള ആത്മീകത്തെ യേശു കർത്താവ് വചനത്താൽ തുറന്നങ്ങ് പൊളിക്കുക. ദൈവജനം അങ്ങനെ ചെയ്യും. God will do like that. He will open our true spirituality. Scriptures open the true spirituality. Praise the Lord.
आपको पता है आपके घर में एक ऐसा चीज है जो कभी झूठ नहीं बोलता? നമ്മുടെ വീട്ടില് ഒരു സാധനമുണ്ട്, ഒരിക്കലും കള്ളം പറയത്തില്ല. കോനേമ ക്യാ മാലൂമേ? मिरर. हम लोग सब लोग झूठ बोलते हैं कि नहीं? छोटा छोटा तो झूठ तो उधर उधर. कुछ लोग फिर क्या बोलते हैं? फिर कैसा जीगा पास्टर जी? പിന്നെ എങ്ങനെ ജീവിക്കും? ചെറിയ ചെറിയ കള്ളമൊക്കെ ഒന്ന് പറഞ്ഞില്ലെങ്കിൽ എങ്ങനെ ജീവിക്കും? एक ऐसा चीज है जो हमारे घर में कभी झूठ नहीं बोलता. मिरर. कभी भी आपके उसके सामने जाओ, ट्रू बताएगा. देखो इधर प्रॉब्लम है, इधर प्रॉब्लम है, इधर बताता है ना, बताया है ना. तो क्या करते हैं हम लोग? ये कभी भी इसके सामने आएगा तो मेरा गलती बताता है बोल के मिरर को तोड़ देता है क्या? എപ്പോഴും ഇതിൻ്റെ മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ എപ്പോഴും എൻ്റെ കുറ്റം പറഞ്ഞ് പറഞ്ഞുകൊണ്ട് ഇതിനെ അടിച്ചു പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. ക്യാ കरेंगे? वी विल करेक्ट इट. यही संडे हो रहा है इधर, यही संडे हो रहा है. प्रभु का वचन मुझे पहले आईना दिखा के फिर आपको आईना दिखाता है. എന്നെ കാണിച്ചതിന് ശേഷമാണ് ഈ കണ്ണാടി നിങ്ങളെ കാണിക്കുന്നത്. ये आईना जब भी प्रभु का वचन से जब भी संडे देता है, लोग क्या बोलते हैं मालूम है? टोके बोला है पास्टर ने. मिरर के बारे में कभी नहीं बोलेंगे. ഈ കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നമ്മുടെ തെറ്റിനെ കാണിക്കുമ്പോൾ, ഈ ദൈവവചന ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മീറ്റിംഗ് കഴിഞ്ഞിട്ട് പറഞ്ഞു പറയുമ്പോൾ, പുള്ളി ഇന്ന് നമ്മളെന്തോ കൊട്ടിയാന്നല്ലോ, പുള്ളി എന്തോ കൊട്ടി സംസാരിച്ചു, ആരോ എന്തോ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, കിസിനെ കുച്ച് തോ പാസ്റ്റർ को बोला है. हाँ, आईने के बारे में कभी नहीं बोला ऐसा. मिरर ने कुछ इधर പറഞ്ഞിട്ടില്ല. मिरर को कभी बोला? किसने बोला तुझे में जो प्रॉब्लम है? कभी बोला नहीं. आईने के काम है टू शो द ट्रू नेचर ऑफ अस. वर्ड भी ऐसा ही है. ദൈവവചനം അതുപോലെ തന്നെയാണ്. तो कभी कुछ लोग को पसंद नहीं है, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല, ചിലർക്ക് താല്പര്യമില്ല, ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല സത്യം ദൈവവചനം പറയുമ്പോൾ. तो यहां पर देखिए, जीसस इज गोइंग टू एक्सपोज देयर स्पिरिचुअल लाइफ. അവർ ആത്മീക ജീവിതത്തെ കർത്താവ് അങ്ങ് പൊളിക്കുകയാണ്. देखो यीशु का क्लेम देखो इनके बारे में. उसका 38 जरा देखे, 38ാമത്തെ വാക്യം നോക്കിക്കേ. यू डू नॉट हैव हिज वर्ड इन यू. നിങ്ങളിൽ അവന്റെ വചനം, ദൈവത്തിന്റെ വചനം വസിക്കുന്നില്ല. तुम्हारे अंदर परमेश्वर का वचन नहीं है. 42 42ാമത്തെ വാക്യം. एवरीबॉडी लुक एट 42. वहां पर लिखा है, I know you do not have love of God in yourself. ദൈവസ്നേഹം നിങ്ങളിൽ ഇല്ല. ഇന്ന് പകലിൽ ഞാൻ ഇത് വല്ലം പറഞ്ഞ നിങ്ങൾ ആരെങ്കിലും വെറുതെ വിടൂ? अगर आज सुबह उठकर मैं यहां पर बोलूं कि तुम्हारे अंदर प्रभु का वचन नहीं है, तुम्हारे अंदर प्रभु का प्रेम नहीं है, पसंद आएगा? जीसस यहूदियों को बोल रहा है, यू डोंट हैव वर्ड ऑफ गॉड इन यू, यू डोंट लव गॉड. वन मिनट. ഇത് ആരോടായി പറയുന്നത്? किसको बोल रहा है? सुपर रिलीजियस लोगों को बोल रहा है. यीशु को ये लोग क्यों पीड़ा कर रहा है? യേശുവിനെ ഇവർ എന്തിനാ പീഡിപ്പിക്കുന്നത്? बिकॉज इनके हिसाब से जीसस ने शब्द को क्या किया है? तोड़ दिया है. യേശു ശബ്ദത്തിനെ ലംഘിച്ചത് കൊണ്ടല്ലേ. അപ്പം लोग माइन्यूट भी ओबे करने वाले को जीसस ने हिम्मत के साथ बोला, प्रभु का वचन तुम्हारे अंदर नहीं है. पसंद आएगा? ന്യായപ്രമാണത്തിന്റെ വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസം വരാതെ അതിനെ മുടിനാരി പോലെ കീറിയെന്നതിനെ പോലും അനുസരിക്കുന്ന ഈ യഹൂദന്റെ മുഖത്ത് നോക്കി പറയാ, മോനെ നിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ വചനമില്ലെന്ന്. ഇത് ഇന്ന് ഞാൻ പറഞ്ഞ ഇഷ്ടപ്പെടുവോ നിങ്ങൾക്ക്? അല്ല, നമുക്ക് ഇഷ്ടപ്പെടുവോ? എനിക്കിഷ്ടപ്പെടുവോ ഇത്? ഞാൻ പറയും, അയ്യോ കൊള്ളാലോ, എല്ലാ ഞായറാഴ്ച ദൈവജനം പ്രസംഗിക്കുന്നു, പോകുന്നിടത്തല്ല ദൈവജനം, എന്നിട്ട് എന്നോട് പറയും ദൈവജനം ഇല്ലെന്ന്. എനിക്കിഷ്ടപ്പെടുവോ? നമുക്കിഷ്ടപ്പെടുവോ? അല്ല, നമ്മളോട് പറയുക ദൈവത്തിന്റെ സ്നേഹം നിങ്ങളുടെ ഉള്ളിലില്ല. You do not have God's love in you. Will I like it? Will you like it hearing this?
लेकिन कौन बोल रहा है ये? आर्या പറയുന്നേ? कौन बोल रहा है? Chapter 2 verses 23 and 24. Chapter 2 verses 24 and 25. 2:24-25. But Jesus on his part was not entrusting himself to them, for he knew all men. वो हर एक को जानता था. 25 verses. And because he did not need anyone to testify concerning man, for he himself knew what was in man. इंसान के अंदर क्या है वो जानता था, वो सबको जानता था. सबको जानने वाला, हमारे अंदर क्या है जानने वाला प्रभु इनको कह रहा है कि तुम्हारे अंदर प्रभु का वचन नहीं, तुम्हारे अंदर प्रभु का प्रेम नहीं. Who is right? ആരായിരിക്കും ശരിയാകുന്നത്? It is God. It is Jesus himself. अब देखिए यहूदी लोग उसका 39 वचन जब हम पढ़ेंगे, चैप्टर 5 का 39 जब हम पढ़ेंगे, 5:39 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഐ ഡോണ്ട് ഹാവ് ടൈം ടു എക്സ്പോസ് ഇറ്റ് ഈച്ച് ആൻഡ് എവറി വേഴ്സസ്, എല്ലാ വാക്യങ്ങളും അതിനെ വ്യാഖ്യാനിച്ച് പോകാൻ എനിക്ക് സമയമില്ല. 39 വാക്യം നോക്കി, 39. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അല്ല ചുമ്മാതെ പേപ്പർ ഇങ്ങനെ മറിച്ചു പോകുന്നല്ല. എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ അതിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ അതിനെ പെനിട്രേറ്റ് ചെയ്തിട്ട് കേവലം സർഫേസിലല്ല, അതിൻ്റെ ആഴത്തിലേക്ക് നിങ്ങൾ സ്റ്റഡി ചെയ്യുന്നു. ഇവരോടാ പറയുന്നത് ദൈവജനം ഇല്ലെന്ന്. 39 वचन को जरा देखिए, वहां पर क्या लिखा है? तुम पवित्र शास्त्र में ढूंढते हो. ये ढूंढना मतलब मुझे नहीं लगता कि अपने चर्च में ऐसा ढूंढने वाला कोई है. प्रेज़ द लॉर्ड. वो मुझे दिख रहा भी है. एवरी वीक इधर बाइबल रीडिंग होता है. कितना लोग अपडेट कर रहा है बाइबल रीडिंग? नहीं कर रहे. बहुत सारे लोग नहीं कर रहे बाइबल रीडिंग अपडेट. तो स्किम रीडिंग नहीं है. सुबह भजन संगीता 17 पढ़ा, फिर शाम को आके 23 पढ़कर सो गया, फिर दिल में क्या मैं बाइबल पढ़ा आज. नो, ऐसा बाइबल पढ़ना नहीं है. वहां पर क्या लिखा है कि तुम पवित्र शास्त्र में ढूंढते हो. दे सर्च द स्क्रिप्चर्स, दे स्टडी द स्क्रिप्चर्स. इन लोगों को यीशु मसीह बोलता है प्रभु का वचन तुम्हारे अंदर नहीं है. गुस्सा आएगा कि नहीं आएगा? ദേഷ്യം വരത്തില്ലേ? ദൈവവചനമില്ല എന്ന് ഇങ്ങനെ അന്വേഷിച്ച് സ്റ്റഡി ചെയ്യുന്ന ഇവരോട് പറയുക നിങ്ങളൊരു ദൈവവചനം ഇല്ല. അഗലാ देखिए क्या लिखा है? അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. What they are thinking is also right. What they are thinking? They are thinking that because you think that in them you have eternal life. और तुम समझते हैं कि उसमें अनंत जीवन है. What they are understanding about scripture is right. തിരുവചനത്തെ കുറിച്ചുള്ള ജ്ഞാനം, ആ അണ്ടർസ്റ്റാൻഡിങ് റൈറ്റ് ആണ്. തിരുവചനം വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, ഡീപ്പ് സെർച്ച് ചെയ്യുന്നുണ്ട്, റിസർച്ച് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. परमेश्वर के वचन पढ़ता है, सर्च करता है, रिसर्च करता है, स्टडी करता है, मन लगाता है और यह भी जानता है कि इसमें नित्य जीवन है. But did you see something? Verses 40. എങ്കിലും തോബി, എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ മനസ്സില്ല എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന കാര്യമില്ല, തലയിലുണ്ട്, അകത്തോട്ടിറങ്ങിയിട്ടില്ലെന്ന്. ഈ വില്ലുണ്ടല്ലോ, ഈ ഹിതമുണ്ടല്ലോ, ഈ ഹിതത്തെ ബെൻഡ് ചെയ്തിട്ടില്ല ജീസസിന്റെ അടുക്കലേക്ക്. देखो 40 वर्सेस. फिर भी तुम जीवन पाने के लिए मेरे पास आना नहीं चाहते. നോക്കിക്കേ, പഠിക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, പക്ഷെ മനസ്സില്ല ജീസസിലേക്ക് വരാൻ. सीख रहा है, पढ़ रहा है, लेकिन मन नहीं है जीसस के पास आने के लिए. Did you see that? क्योंकि द लाइफ यहां पर नहीं है, लाइफ यीशु ही दे सकता है. ये क्या करता है? ये
मैं कौन है बताता है, ये मैं कौन है बताने के बाद जीसस की ओर मुझे लेके जाता है। तो ये पढ़ने के बाद, मैं कौन है कर समझने के बाद मुझे किसके पास जाना है? जीसस के पास जाना है। उधर जाने के लिए मन नहीं है। तो उसका मतलब सुबह शाम को बाइबल खाली पढ़ के फायदा नहीं है ना। ये इट शुड टच योर विल। माय क्वेश्चन इज दिस ब्रदर दिस मॉर्निंग, डिड द वर्ड टच योर विल? Has your will changed? Is your ambition changed? क्या ये बाइबल पढ़ने के बाद you are the same person? ഈ ബൈബിൾ വായിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ അതേ പഴയ മനുഷ്യൻ തന്നെ. ये बाइबल पढ़ने के बाद आप वही इंसान है. It is not touching your will. The problem देखा इनका. ये लोग क्या सोच रहे? बाइबल पढ़ रहे, बाइबल हमारे अंदर है, वचन हमारे अंदर है. जीसस बोल रहा है വിൽ को ടച്ച് नहीं किया. व्हाट इज वर्ड? देयर इज नो वर्ड इन यू. ഹിതത്തെ ടച്ച് ചെയ്തില്ല, നിങ്ങളുടെ ഇഷ്ടത്തെ ടച്ച് ചെയ്തില്ല, നിങ്ങളുടെ രൂപാന്തരം കാണുന്നില്ലല്ലോ. ഇത് വായിച്ചിട്ട് രൂപാന്തരം there is no transformation I can see. Praise the Lord. Hallelujah. मैं क्लेम कर रहा हूं, मैं बाइबल जानता हूं. ഞാൻ ക്ലെയിം ചെയ്യുന്നുണ്ട്, ഞാൻ ബൈബിൾ അറിയാം. मैं क्लेम करता हूं, I am reading Bible. But it has nothing to do with my life. It has not changed. It is not changing my life. We will not be 100% perfect here. But let me tell you, when you start reading Bible, you will not be like before. You will not be like day one. There will be a massive amount of transformation in your life. प्रभु का वचन पढ़ेंगे तो एक दिन में परफेक्ट नहीं होगा, लेकिन एक बात है, प्रभु का वचन पढ़ने वाला व्यक्ति दिन प्रतिदिन ट्रांसफॉर्मेशन की ओर जाएगा कर इसमें कोई डाउट नहीं है. प्रेज द लॉर्ड. अगला जीसस क्या बोलते देखें इनके बारे में. वर्सेस 41 41 वाक्य. ഞാൻ മനുഷ്യനോട് बहुमानम എന്ത് ചെയ്യുന്നില്ല. फिर यीशु कहता है कि मैं मनुष्य से आदर नहीं चाहता. क्यों नहीं चाहता? क्योंकि परमेश्वर को पता है इंसान के अंदर क्या है करके. चैप्टर 6 में जरा आइए, 6 अध्यायത്തിലേക്ക് വരാം. जीसस वहां पर 5 रोटी और 2 मछली से 5000 लोगों को खिलाया. 5 അപ്പം കൊണ്ട് 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. റൈറ്റ്? He did a great miracle. And you know what happened after that? അത് കണ്ടതിന് ശേഷം എന്ത് സംഭവിച്ചു? വേഴ്സസ് 14 14 വാക്യം. 14 verses देखिए, पढ़िए जरा ब्रदर से. तब जो आश्चर्य कर्म उसने कर दिखाया, उसे वे लोग देखकर कहने लगे, उसे वो देखकर लोग कहने लगे, वे भविष्यवक्ता जो जगत में आने वाला था निश्चय यही है. This is truly the prophet. यीशु मसीह के आश्चर्य काम को देखकर लोग एक्साइटेड होकर बोला, हो प्रॉफिट, പ്രവാചകൻ, ലോകത്തിൽ വരുവാനുള്ള യഥാർത്ഥ പ്രവാചകൻ ഇവൻ തന്നെയെന്ന്. സച്ച് മേ जीसस ने क्या बोला? ओह प्रेज द लॉर्ड, सक्सेस. ഇവരെല്ലാം മനസ്സിലാക്കി. ये सारे लोग विश्वास किया. यीशु ने ऐसा बोला क्या? सी वर्सेस 14 15 15 वाक्य നോക്കിക്കേ. 15 वचन को पढ़िए. यीशु ये जानकर कि वे मुझे राजा बनाने के लिए पकड़ना चाहते हैं. हाँ, ये लोग जबरदस्ती कर रहे हैं यीशु को पकड़कर क्या बनाने के लिए? राजा. क्यों राजा बनाने के लिए चाह रहे? क्योंकि अभी कभी यीशु ने क्या खिलाया उनको? रोटी. तो राजा बनाएगा तो रोटी मकान क्लियर हो जाएगा. യേശുവിനെ രാജാവാക്കി കഴിഞ്ഞാൽ എല്ലാ ദിവസവും അപ്പം മുടങ്ങാതെ കിട്ടും. जीसस क्या किया मालूम है? उधर से भाग के गया पहाड़ पर जाकर प्रार्थना करने के लिए. Because he knew what is inside man. മനുഷ്യന്റെ ഉള്ളിൽ എന്താണെന്ന് കർത്താവിന് അറിയാം. लेकिन ये लोग ऐसा नहीं है. ഇവരങ്ങനല്ല. ചാപ്റ്റർ 5 verses 42 5:42.
परंतु मैं तुम्हें जानता हूँ परंतु मैं तुम्हें जानता हूं कि तुम में परमेश्वर का प्रेम नहीं. तुम में परमेश्वर का प्रेम नहीं. कैसा मालूम है परमेश्वर का प्रेम नहीं? ദൈവസ്നേഹമില്ലെന്ന് എങ്ങനെ അറിയാം? 43 verses 43 വാക്യം. मैं अपने पिता के नाम से आया हूँ मैं अपने पिता के नाम से आया हूं, और तुम मुझे ग्रहण नहीं करते. तुम मुझे ग्रहण नहीं करते. यदि अन्य कोई अपने ही नाम से आए अगर दूसरा कोई अपने ही नाम से आएंगे तो उसे ग्रहण कर लोगे. तो उसे तुम क्या करोगे? उसका मतलब क्या है? उसका मतलब यह है कि मेरे अलावा दूसरा कोई आकर बोले देखो मैं रोमियो को हटाने के लिए जा रहा हूं, तुमको मैं जो आजाद करने के लिए जा रहा हूं, तुम्हारा हर दिन का प्रॉब्लम मैं सॉल्व करेगा कर कोई आकर बोलेगा तो बोलेगा प्रेज लॉर्ड प्रेज लॉर्ड प्रेज लॉर्ड, मसीह आ गया. लेकिन जीसस आकर ऐसा नहीं बोल रहा है. यीशु मसीह आकर बोल रहा है मन फिराओ, स्वर्ग का राज्य आया है. यीशु मसीह आकर बोल रहा है मैं अपनी मर्जी करने के लिए नहीं आया, मैं पिता की मर्जी करने के लिए आया. यीशु मसीह आकर बोल रहा है कि मैं जीवन देने के लिए आया. दे डोंट वांट दिस, वो उनको नहीं चाहिए. अगर जीसस थोड़ा कॉम्प्रोमाइज होकर आएगा तो थोड़ा कॉम्प्रोमाइज होकर आएंगे तो हम लोग क्या करेंगे? सोचेंगे. ഒന്ന് കോംപ്രമൈസ് ചെയ്തൊന്ന് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങിൽ വിശ്വസിക്കാം. ആരെങ്കിലും അവൻ്റെ പേരിൽ വന്ന് അല്ലെങ്കിൽ ആരെങ്കിലും സ്വന്തം പേരിൽ വന്ന് ഇവർ ഇടയ്ക്ക് വന്ന് ശുശ്രൂഷിച്ചാൽ ഇവരെന്ത് ചെയ്യും? അവരങ്ങ് സ്വീകരിക്കും. കാരണം എന്താ? ആ മനുഷ്യർക്ക് വേണ്ടിയതാണ് അവർ പ്രസംഗിക്കുന്നത്. അന്നത്തെ പ്രശ്നങ്ങൾക്കൊക്കെ ഞങ്ങൾ സോൾവ് ചെയ്തു തരാം, അന്നത്തെ വിഷയങ്ങൾക്കെല്ലാം സോൾവ് ചെയ്തു തരാം എന്ന് പറയുമ്പോൾ ഇവരങ്ങ് സ്വീകരിക്കും. എന്നാൽ യേശു വരുമ്പോൾ പറയുകയാണ് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുക, മാനസാന്തരപ്പെട്, സുവിശേഷത്തിൽ വിശ്വസിക്ക്, ഞാൻ വന്നത് എൻ്റെ ഹിതം ചെയ്യുവാനല്ല എൻ്റെ പിതാവിൻ്റെ ഹിതം ചെയ്യുവാനത്രേ. ഇത് കേട്ടപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടമില്ല. അങ്ങനെ മനസ്സിലാക്കാൻ കഴിയും ദൈവസ്നേഹം ഉള്ളിലുണ്ടോ ഇല്ലയോ എന്ന്. ദൈവസ്നേഹം ഉള്ളിലുള്ള ഒരാള് ദൈവത്തെ സ്വന്തം ഈ ലോകത്തിലെ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല വിളിക്കുന്നത്. പ്രത്യുത ഈ ലോകത്തിൽ ഒരു മനുഷ്യനും തരാൻ കഴിയാത്ത നിത്യജീവൻ യേശുവിന് മാത്രമേ തരാൻ കഴിയുകയുള്ളൂ എന്നതുകൊണ്ടാണ് യേശുവിൽ വിശ്വസിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. यहाँ पर हम देखते हैं कि जब लोग अपने मर्जी के अनुसार कोई आकर प्रचार करता है और अपनी मर्जी को पूरा करने के लिए अगर कोई हिम्मत दिखाकर प्रचार करता है तो उन्हें दो हाथों से स्वीकार करता है. लेकिन यीशु मसीह के पीछे मैं और आप लोग इस दुनिया के चीजों को यीशु मसीह देगा इसके लिए नहीं जाते. हम लोग यीशु के पीछे, हम यीशु के पीछे इसके लिए जाते हैं यीशु के अलावा दूसरा कोई भी जीवन हमें नहीं दे सकता. जीवन का वचन यीशु के पास ही है, इसके लिए हम परमेश्वर के पास आते हैं टू हैव इटर्नल लाइफ. प्रेज द लॉर्ड. वचन को जरा देखिए. 44 वचन 44. तुम जो एक दूसरे से आदर चाहते हो, तुम जो एक दूसरे से आदर चाहते हो, और वे आदर जो एकमात्र परमेश्वर की ओर से है नहीं चाहते. ये लोग आपस में आदर को चाहते हैं. दे वांट प्रेज फ्रॉम पीपल. മലയാളത്തിൽ വരാ ഞാൻ आपस में പിന്നെ വായിക്കാം. മലയാള ഇങ്ങനെ വായിക്കാം. हम लोग इस तरह पढ़ते हैं कि आपस में वो लोग आदर को चाहते हैं. They want to receive praise from each other. चैप्टर 5 का ही बंदे को जरा देखा अपने 5 अध्यायത്തിലെ മനുഷ്യനെ നോക്കിക്കേ. यीशु ने इसको चंगाई देने के बावजूद भी, यीशु इसको चंगाई देने के बावजूद भी इसने यीशु को टुकराया. हमने बहुत बार देखा सुना. वो क्यों टुकराया? To get into the good books of the Jews. To get into the good books of the Jews. यहूदियों के आंखों के सामने क्या होने के लिए? अच्छा दिखाने के लिए यीशु को टुकरा दिया. समझ में आ रहा है आपको? समझ में आ रहा है? पेरेंट्स को खुश करने के लिए, बीबी को खुश करने के लिए, दुनिया को खुश करने के लिए अपना फेथ को छोड़ेंगे तो समझना हम बहुत बड़ा नुकसान कर रहे हैं. क्या चाहते हैं आप? औरों का प्रेस चाहते हैं. वहां पर क्या लिखा है? इंग्लिश में बहुत बेहतर है. इन इंग्लिश इट्स वेरी ब्यूटीफुल. इट सेज दैट you receive glory from one another and you do not seek the glory that is from the one and only God.
one and only God. You want the praises of all 1,000 people around you, or do you want the praise of one and only God? हिंदी में पढ़िए ब्रदर उसे 44 वचन मैं पढ़ता हूं, देखो वहां पर क्या लिखा है कि तुम एक दूसरे से आदर चाहते हो और वह आदर जो एकमात्र परमेश्वर की ओर से है वो नहीं चाहता है। परमेश्वर का आदर नहीं चाहिए। परमेश्वर का आदर के लिए अगर आप चाहेंगे ना, दुनिया आपको बाहर कर देगा, लोग आपको बाहर कर देंगे। इसके लिए क्या करते हैं लोग मालूम है? अरे मेरा लोग मुझे बाहर कर देगा, मेरा परिवार मुझे बाहर कर देगा, मेरा प्रिय लोग मुझे बाहर कर देगा, इसके लिए मैं किसको आदर करूंगा? लोगों को आदर करूंगा, लोगों का आदर लूंगा। परमेश्वर का आदर नहीं चाहिए। कितना बड़ा मिस्टेक कर रहे हैं। I will come to that. मैं उसमें आऊंगा। 47 വചനം നോക്കിക്കേട്ടെ. തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട്, അപ്പം ഇവർക്ക് താല്പര്യം എന്തുവാ? എൻ്റെ അപ്പനെ പണക്കരുത്, എൻ്റെ അമ്മയെ പണക്കരുത്, എൻ്റെ ഭർത്താവിനെ പണക്കരുത്, എൻ്റെ സഹോദരിയെ പണക്കരുത്, എൻ്റെ കൂട്ടുകാരെ പണക്കരുത്, ആരെയും പണക്കരുത്. പിന്നെ ആരെ പണക്കണം? നോക്കിക്കേ, ഏക ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാതെ. അപ്പോൾ ഏക ദൈവത്തെ പണക്കി ലോകത്തിലുള്ളവരെല്ലാവരുടെ ബഹുമാനം എടുക്കുക. ഈ മനുഷ്യനെ ഒന്ന് നോക്കിക്കേ. യേശു സൗഖ്യം കൊടുത്തിട്ടും ഏക ദൈവത്തിന്റെ മഹത്വമല്ല അവന് വേണ്ടത്, ബഹുമാനമല്ല വേണ്ടത്. പിന്നെ ആരുടെ ബഹുമാനം? അവിടെ കൂടിയിരിക്കുന്ന യഹൂദന്മാരുടെ ബഹുമാനം അവന് താല്പര്യം. ചാപ്റ്റർ 9 में जरा आइए, यूहन्ना का सुसमाचार चैप्टर 9। बचपन से एक अंधा व्यक्ति को यीशु मसीह ने चंगाई किया। परवीले ഒരു अंधे ने कर्ताव सौख्यमाकी। उसको चंगा करने के बाद यहूदी लोगों के पास गया। यहूदी लोग ने एग्जामिन करके देखा, तू अंधा था? हाँ, मैं बचपन से अंधा था। नहीं, हम लोग को विश्वास नहीं हो रहा है। तेरा मम्मी पापा किधर है? हाँ, उधर है, उधर बाजू में रहता है। ठीक है, पेरेंट्स के पास लेके गया। पेरेंट्स के पास लेके गया तो पेरेंट्स लोग ने क्या बोला? देखिए उसका 20 वचन जरा देखिए। 20 वचन, 20 वाक्य, 20 वचन। उसके माता पिता ने उत्तर दिया, उसके माता पिता ने उत्तर दिया, हम तो जानते हैं कि ये हमारा पुत्र है, हम तो जानते हैं कि हमारा पुत्र है और ये अंधा जन्मा था। अगला, परंतु हम ये नहीं जानते, हाँ, परंतु हम ये नहीं जानते कि अब कैसे देखता है, ये कैसे देखता है, हम नहीं जानते। हाँ, और न ये जानते हैं और ये जानते कि किसने उसकी आंखें खोली, किसने आंखें खोली। ये क्यों कहा? हाँ, आगे, वो सयाना है, हाँ, उसी से पूछ लो। अरे वो तो बड़ा हो गया, 18 साल हो गया, अभी वोट भी दिए पिछले बार। वो सयाना है, उससे पूछो। हम लोग सोचेंगे कि कितना मासूम है मम्मी पापा, बेचारे लोग को नहीं मालूम है, इसके लिए लड़के को पूछने के लिए बोला। नहीं, आगे देखिए क्या लिखा। वे अपने विषय में आप कह देगा। ये बातें उसके माता पिता ने इसलिए कही, ये बातें माता पिता ने इसके लिए कही क्योंकि वे यहूदियों से डरते थे, क्योंकि वो यहूदियों से क्या करते थे? डरते थे। और अगला क्या लिखा है? क्योंकि यहूदी एक मत हो चुके थे कि यदि कोई कहे कि वे मसीह है, यदि कोई कहे कि मैं यीशु का डिसाइपल है, तो आराधनालय से निकाला जाएगा। तो किधर से निकाला जाएगा? तो मम्मी पापा ने बोला हम लोग तो बचपन से उधर जाते हो कोने का चर्च में, अभी यीशु का चेला करके तू भी हम लोग भी बोलेगा तो हम लोग को भी क्या करेगा? तो आदर किधर चाहिए ज्यादा? लोगों का। ये लड़का का दिमाग में पड़ा तो मैं सोचा ये लड़का क्या सोचेगा, प्रभु जी मैं अंधा होता तो ही अच्छा था। आंख के खुलने के बाद मेरा मम्मी पापा का ट्रू कलर समझ में आया। मम्मी पापा ने भी छोड़ दिया, बोला कि सयाना है, बड़ा है, उससे पूछो। अब ये लड़के को बाद में क्या हुआ देखो, उसका 34 वचन को जरा देखो। 34 वचन 34। उन्होंने उसको उत्तर दिया, उन्होंने उसे उत्तर दिया, यहूदियों ने उसे उत्तर दिया, तू तो बिल्कुल पापों में जन्मा है, तू तो पापों में जन्मा है, तू हमें क्या सिखाता तू है? हमको क्या सिखाता है? और उन्होंने उसे बाहर निकाल दिया। और उन्होंने उसे भी क्या कर दिया? मम्मी पापा किधर है? मम्मी पापा किधर है? आराधनालय में। लड़का किधर है? कैसा लगा? मम्मी पापा ने बोला देखो उधर भी नहीं लगा, इधर भी नहीं लगा, हम लोग क्या हो गए? लेकिन चैप्टर 10 में आएंगे तो पिक्चर अलग है। चैप्टर 10 में यीशु मसीह बोलता है
मेरा बेड मेरी आवाज को सुनता है और मैं उन्हें बाहर लेके आता हूं. ये लड़के को वो लोग ने बाहर नहीं किया, ये लड़के को यीशु मसीह ने बाहर लेके आया है. क्या चाहते? किसकी आदर चाहते? സ്തോത്രം. നിങ്ങൾ തമ്മിൽ തമ്മിൽ ബഹുമാനം ആഗ്രഹിക്കുന്നു. നിങ്ങൾ മനുഷ്യരുടെ ബഹുമാനം അത്രയും ആഗ്രഹിക്കുന്നത്. 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പിറവിയിലെ ഈ അന്ധനായിരിക്കുന്ന ഈ മനുഷ്യൻ കർത്താവ് സൗഖ്യം കൊടുത്തതിന് ശേഷം യഹൂദന്മാർ വന്നിട്ട് ചോദിക്കുകയാണ്, നീ സത്യത്തിൽ അന്ധനായിരുന്നു പിറവിയിലെ, പിന്നെ എൻ്റെ അപ്പനും അമ്മ ഇപ്പോഴും ജീവനോടുണ്ട്, അവരോട് ചോദിച്ചേക്ക്. അപ്പനും അമ്മയുടെ അടുത്ത് ചെന്നപ്പോൾ അപ്പനും അമ്മയും പ്ലേറ്റ് മാറ്റി. അപ്പനും അമ്മയും പറയാം, അയ്യോ ഞങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ല. അപ്പം ഇത് സമ്മതിച്ചു, ഞങ്ങളുടെ മോന പിന്നെ കുഞ്ഞിലേ അവന് കണ്ണ് കാണത്തിലൊക്കെ സമ്മതിച്ചു, അതെല്ലാം സമ്മതിച്ചു. പിന്നെ 18 വയസ്സ് കഴിഞ്ഞ് ചെറുക്കനോട് തന്നെ അത് ഇവർ ഇതിൻ്റെ ഇടയ്ക്കൊന്നും ഒരു ലൂപ്പോൾ കണ്ടുപിടിച്ചതാണ്. കാരണം ഇവർക്ക് മനസ്സിലായി ഇത് അംഗീകരിച്ച് കഴിഞ്ഞാലേ യഹൂദന്മാർ ഞങ്ങളെ വെറുതെ വിടത്തില്ല, ഞങ്ങളെ പുറത്താക്കും. ഇത് മാറ്റാൻ വേണ്ടി ചെറുക്കനെയും തള്ളിക്കളഞ്ഞു, യേശുവിനെയും തള്ളിക്കളഞ്ഞു. 34-ാമത്തെ വാക്യം വായിക്കുമ്പോഴേ നമുക്ക് വായിക്കാൻ കഴിയുന്നത് ഇവനെ പള്ളിയിൽ നിന്നും പുറത്താക്കിയെന്നു. എന്നാൽ 10-ാം അധ്യായത്തിൽ വായിക്കുന്നത് നമുക്ക് തോന്നും 9-ാം അധ്യായത്തിൽ ഇവനെ ആൾക്കാരെല്ലാം പുറത്താക്കിയെന്ന. 10-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ദൈവം ആണ്, ഇടയനാണ് അവനെ വെളിയിലേക്ക് വിളിച്ചതെന്ന്. ഇടയനാണ് അവനെ വെളിയിലേക്ക് വിളിച്ചത്, അല്ലാതെ പുറത്താക്കിയതല്ല ആരും അവനെ. എന്താ വേണ്ട നമുക്ക്? മനുഷ്യരുടെ ബഹുമാനമാണോ അതോ ദൈവത്തിൻ്റെ ബഹുമാനമാണോ? ഏക ദൈവത്തിൻ്റെ ബഹുമാനം മതി, ഏക ദൈവത്തിൻ്റെ പ്രൈസ് മതി, ഏക ദൈവം നമ്മളെ നോക്കി പറഞ്ഞാൽ മതി, മോനെ യു ആർ എ ഗുഡ് സെർവന്റ്. അല്ലാതെ വ്യക്തികളുടെ പ്രൈസസ് അല്ല നമുക്ക് വേണ്ടത്. ലോഗോं के പ്രൈസസ് नहीं चाहिए, लोग आज जाएंगे. कहां पर हम लोगों को प्राइस लेना है? किसका प्राइस हमें चाहिए? ആരുടെ ബഹുമാനമാണ് चाहिए? किसका आदर चाहिए? एकमात्र परमेश्वर का ही आदर चाहिए हमें, because that is only matters. आप लोग मेरे बारे में कितना भी कुछ भी बोलो, कितना बुरा भी बोलो मेरे बारे में, उससे बुरा हूं मैं, उससे बुरा हूं मैं. कितना भी अच्छा बोलो, it is a fictional story. Whose praise we want? उसका मतलब ये नहीं कि कल अगर कोई आकर बोला, हाँ ब्रदर आप अच्छा गिटार बजा रहे, नहीं चाहिए तेरा, नहीं, वो अलग घमंड हो गया. हम लोग संडे वचन सुना था, कोई प्रेस नहीं चाहिए इसलिए कुछ नो. अगर कोई आकर बोला गिटार अच्छा बजाया, पियानो अच्छा गाया, क्या बोलना है मालूम है? ग्लोरी टू गॉड, परमेश्वर की महिमा हो. सी, किसका प्राइस हम लोग लेना चाहते हैं? Is it only one God or many thousands of people around us? प्रभु का वचन देखा कैसे एक्सपोज कर रहा है इनका हृदय को. ഇവരുടെ ഹൃദയത്തെ ദൈവത്തിൻ്റെ വചനം ആ പൊള്ളത്തരമുള്ള ആത്മീയത്തെ ഒന്ന് വെളിയിൽ കൊണ്ടുവരുന്ന കണ്ടോ? സ്തോത്രം. കം ബാക്ക് ടു ചാപ്റ്റർ 5, 5-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരാം. The problem with many of us is we want Jesus to come in our terms. यीशु मसीह मेरे टर्म्स में आए, मेरे हिसाब से आए. किसका प्राइस चाहिए हम लोगों को? तो प्रभु का वचन जो है इनके अंदर के उस स्पिरिचुअल पॉवर्टी को, गरीबी को परमेश्वर का वचन दिखा रहा है. उनके हिपोक्रेसी को परमेश्वर का वचन दिखा रहा है. परफॉर्मेंस है, संडे परफॉर्मेंस है, എല്ലാ ഞായറാഴ്ച പെർഫോമൻസ് ഉണ്ട്. They know certain things of the Bible, they know certain things about God. लेकिन प्रभु का वचन हमारा ट्रू नेचर को बताए. Do we really live for the praise of one and only God?
ഏക ദൈവത്തിൻ്റെ മഹത്വത്തിനും ബഹുമാനത്തിനും ആണോ നാം വരുന്നത്? അതോ എല്ലാ ഞായറാഴ്ചയും വന്ന ഒരു പെർഫോമൻസ് നടത്തിയിട്ട് പോയി? ചില കാര്യങ്ങളൊക്കെ ബൈബിളിൽ നിന്ന് അറിയും, ചില കാര്യം ദൈവത്തെക്കുറിച്ച് അറിയും, ചില കാര്യങ്ങളൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ അറിയാം. പക്ഷേ ആർ വി സീക്കിംഗ് ദ പ്രൈസ് ഓഫ് വൺ ആൻഡ് ഓൺലി ഗോഡ്? ലെറ്റ് us examine. നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാൻ പ്രിയരെ. We have to think together. I am not standing outside मैं बोल रहा हूँ कि आप लोग we have to think as a church. നമുക്ക് സഭയായിട്ട് എനിക്കും നിങ്ങൾക്കും मुझे और आप लोग सब लोग सोचना चाहिए, are we truly seeking one and only God's praise? If it is not, there is no love of God in us. ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ ഇല്ല. അങ്ങനെ അല്ലെങ്കിൽ परमेश्वर का प्रेम नहीं है हमारे अंदर. अगर ऐसा नहीं है तो हम लोग परमेश्वर को प्रेम नहीं कर रहे, क्योंकि वी आर नॉट सीकिंग. हम परमेश्वर की आदर को नहीं देख रहे. Thousands around us. Praise the Lord. जीसस का ये स्वभाव देखिए जरा. Just look at the nature of Jesus Christ. Chapter 5 verses 19 जरा ये 5-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം നോക്കിക്കേ. Chapter 5 verses 19. इस पर यीशु ने उनसे कहा, मैं तुमसे सच सच कहता हूँ, पुत्र आपसे कुछ नहीं कर सकता. पुत्र आपसे कुछ नहीं कर सकता, खुद नहीं कर सकता. केवल वे जो पिता को करते देखता है, वे जो पिता को करते देखता है. क्योंकि जिन जिन कामों को वो करता है. यीशु मसीह कौन है? सर्वश्रेष्ठ परमेश्वर है. लेकिन परमेश्वर यीशु मसीह कहता है कि I do nothing by my own initiative. See the humbleness of Christ. Imitate this humbleness of Christ. मैं आप ही खुद नहीं कुछ नहीं कर सकता. ये हम लोग बोलना चाहिए. मैं खुद नहीं कर सकता. ദൈവം നമുക്ക് കൃപ തന്നെങ്കിൽ മാത്രമേ. ഐ ക്യാൻ ഡു നത്തിങ് ബൈ മൈസെൽഫ്. എന്നെ കൊണ്ട് തന്നെ പറ്റത്തില്ല കർത്താവേ. എന്നെ കൊണ്ട് തന്നെ പ്രസംഗിക്കാൻ പറ്റത്തില്ല. എന്നെ കൊണ്ട് തന്നെ ശുശ്രൂഷിക്കാൻ പറ്റത്തില്ല. ഐ കനോട്ട് ഡു മൈ സ്റ്റഡീസ് ബൈ മൈസെൽഫ്. ഐ കനോട്ട് ഗോ ദെയർ ബൈ മൈസെൽഫ്. ഐ കനോട്ട് ഡു ദിസ് ബൈ മൈസെൽഫ്. ലോർഡ്, ഐ നീഡ് യുവർ ഗ്രേസ്. Not just Sunday, not just Monday. I need every moment. എല്ലാ പ്രാവശ്യം അവിടുത്തെ കൃപ ഉണ്ടെങ്കിൽ മാത്രമേ കഴിയത്തുള്ളൂ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന ദൈവമക്കൾ കർത്താവിനെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. Imitate Jesus. യേശു മസീഹ് को imitate करे. Even though he was God, he said, I can do nothing by my own initiative. Second, യേശു का imitation जरा देखिए. Chapter 5 verses 30. मैं अपने आप से कुछ नहीं कर सकता. जैसा सुनता हूँ वैसा न्याय करता हूँ, और मेरा न्याय सच्चा है, क्योंकि मैं अपनी इच्छा नहीं. अगला देखिए, यीशु को इमिटेट करने के लिए, मैं अपनी इच्छा नहीं बल्कि परंतु अपने भेजने वाले की इच्छा, अपनी भेजने वाले की इच्छा चाहता हूँ. You want to imitate Jesus? യേശുവിനെ അനുഗമിക്കണോ? I want to imitate Jesus. तो क्या चाहना पड़ेगा मालूम है? क्या चाहना पड़ेगा? എന്തോ ആഗ്രഹിക്കണം. Not my will, your will. आपकी इच्छा. गदसमना तक हम लोग यीशु के साथ जाएंगे. गदसमना वरे यीशु ने कूड़ा पू. लेकिन जैसे गदसमना में पहुंचेगा तो पिक्चर बदल गया. जीसस kneeling down, looking up and praying, not my will. ഓഹോ, ഉധർ സെ ആകെ രാസ്ത പ്രോബ്ലം है. അങ്ങോട്ട് വഴി ഇച്ചിരി ബുദ്ധിമുട്ടാ. നോട്ട് മൈ വിൽ, യോർ വിൽ ബി ഡൺ. आर वी रेडी टू टेक हिज विल? लेकिन हम लोग बहुत चालाक लोग हैं. हम लोग एक लिस्ट ऑलरेडी बना के रखा है. നമ്മൾ ഓൾറെഡി ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. और हम लोग क्या प्रार्थना करते मालूम है? परमेश्वर, ये तेरा मर्जी बना. ഇത് നിന്റെ ഇഷ്ടമാക്കണേ. डिसेप्शन है. हमने लिस्ट बनाकर हम लोग डिक्टेट कर रहे. क्या कर रहे? यीशु ने ऐसा बोला क्या? देखो, मुझे रोमी लोग मारेगा लेकिन 39 नहीं चाहिए, 36. जीसस कुछ नहीं बोल रहा है. फादर जो चाहता है, जीसस इज रेडी टू डू दैट. ഇവിടെ ഇരിക്കുന്ന പലരുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്തതുപോലല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് അല്ലേ? എനിക്ക് ചിലരെ ചൂണ്ടി പറഞ്ഞ പേര് സഹിതം പറയണ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പോലല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്?
നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണോ? നിങ്ങൾ ആഗ്രഹിച്ചിട്ടാണോ? നിങ്ങൾ ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളല്ലേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? സ്തോത്രം. ഇങ്ങനെ ചിന്തിക്കല്ലോ, മേരെ ജീവൻ മേ ഐസാ ക്യോं हो गया, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഇങ്ങനെ സംഭവിച്ചത്? നോ, അണ്ടർസ്റ്റാൻഡ് ദിസ്, there is a mighty hand of God. ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിൻ്റെ കീഴിലാണെങ്കിൽ there are many things happening that you do not even like it. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളായിരിക്കും നടക്കുന്നത്, നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളായിരിക്കും. ആപ്കോ പസന്ദ് नहीं होगा, but you should understand, my God is a God. He is a good father. അവൻ നല്ല പിതാവാണ്. And he will not leave me alone. Everything he will work for my good. എൻ്റെ കാര്യം, എനിക്ക് സകലവും തൻ്റെ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന ഒരു പിതാവ് എനിക്ക് സ്വർഗത്തിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടോ? परमेश्वर मेरे लिए सब कुछ बात भलाई के लिए उत्पन्न करता है. What is that goodness? എന്താണ് നന്മ? What is that good? That good is making you, during you go through a situation, like Jesus Christ. That is the good. നിങ്ങൾ പോകുന്ന സാഹചര്യത്തിൽ കൂടെ യേശുവിനെ പോലെ നിങ്ങളെ ആക്കുക. To bend your will. नहीं तो हम लोग ऐसा मुड़ नहीं आने वाले. നമ്മൾ അങ്ങനൊന്നും മടങ്ങി വരത്തില്ല. നമുക്ക് ഒത്തിരി കൊമ്പുകളുണ്ട്. बहुत सारा सिंह है हमें, वो ऐसा टूटेगा नहीं. परमेश्वर तोड़ देता है कभी कभी. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഇതുപോലെ കൊമ്പുകൾ ഒടിക്കും. മനസ്സിലാകുന്നുണ്ടോ? എല്ലാ ആത്മീക നെകളത്തിൻ്റെയും ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ നോ, ഇതെല്ലാം കൊമ്പുകൾ കർത്താവ് ഒടിച്ച് നീക്കും. എന്തിനാണെന്നറിയാമോ? നമ്മളെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്ന്, എൻ്റേതല്ല കർത്താവേ, എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല, ഞാൻ അവിടുത്തെ ഹിതം ചെയ്യും. മേരെ സേ नहीं होगा, I am going to do your will करके. Praise the Lord. तीसरा ജീസസ് का ഇമിറ്റേഷൻ देखिए. മൂന്നാമത്തത് യേശുവിൻ്റെ സ്വഭാവം ഒന്ന് നോക്കിക്കേ. ചാപ്റ്റർ 5 വേഴ്സസ് 41, 5:41 പഠിയേ ജरा. 5:41. मैं मनुष्यों से आदर नहीं चाहता. मैं मनुष्य की आदर नहीं चाहता. I do not receive glory from men. Do you want to become like Jesus? Yes, I want to become like Jesus. We want to become like Jesus. मैं मनुष्यों की आदर नहीं चाहता. यीशु के जैसा बनने वाले लोग ये ऐसा होना चाहिए. യേശുവിനെ പോലെ ആഗ്രഹിക്കാൻ, യേശുവിനെ പോലെ ആകുവാൻ ആഗ്രഹിക്കുന്നവർ മനുഷ്യരുടെ ബഹുമാനമല്ല ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതുപോലൊരു തീരുമാനം നമ്മൾ എടുക്കണം. हम लोग लास्ट में आएंगे और इसको बंद करेंगे. ये ओल्ड टेस्टमेंट का स्क्रिप्चर तो ये लोग पढ़ रहे हैं, लेकिन ये ओल्ड टेस्टमेंट का स्क्रिप्चर किसके बारे में बोल रहा है? പഴയ നിയമത്തിന്റെ വചനം ഇവർ വായിക്കുന്നുണ്ടെങ്കിലും പഴയ നിയമത്തിന്റെ വചനം ആരെക്കുറിച്ചാണ് പറയുന്നത്? 39 verses, 39ാമത്തെ വാക്യം. You search the scriptures because you think that in them you have eternal life. It is these that testify about me. ഇത് ആരെക്കുറിച്ച് പറയുന്നു? ये किसके बारे में बोल रहा है? मेरे बारे में बोल रहा है, यीशु के बारे में बोल रहा है. तो ओल्ड टेस्टमेंट का स्क्रिप्चर जो है परमेश्वर के बारे में बोल रहा है, यीशु के बारे में बोल रहा है. उसके अलावा उसका 45 वचन, 45वां वचन हम എടുത്താട്ടെ. मैं बंद करूंगा अभी. 45 वचन को जरा देखिए क्या लिखा है. हाँ, ये ना समझो कि मैं पिता के सामने तुम पर दोष लगाऊंगा. मैं पिता के सामने तुम्हें दोष लगाऊंगा. तुम पर दोष लगाने वाला तो मूसा तुमको है. दोष लगाने वाला तो मूसा है. हाँ, ये लोग मूसा का चेले लोग, ये लोग मूसा पर भरोसा रखा है, लेकिन कौन इनको दोष देने वाला है? मूसा. क्यों मूसा दोष देने वाला है? आगे देखिए. क्योंकि यदि तुम मूसा का विश्वास करते, मूसा ने लिखा हुआ अगर तुम विश्वास करते तो मेरा भी विश्वास करते. तो मेरा भी विश्वास करते, क्योंकि मूसा ने जो बोला है और मैंने जो बोला अलग अलग नहीं है. मूसा ने बोला मेरे बारे में है और जो मैं बोल रहा मूसा ने बोला वो बात ही है. तो जो मूसा का वचन को पढ़ने वाले, पुराने नियम को पढ़ने वाले किस पर विश्वास करना चाहिए? यीशु पर. उसका अगला वचन को जरा देखिए. 47. परंतु यदि तुम उसकी लिखी हुई बातों पर विश्वास नहीं करते, अगर तुमने उसकी लिखी हुई बात पर विश्वास नहीं करते तो
तो मेरी बात पर भी कैसे मेरी विश्वास बात पर कैसा विश्वास करोगे? ये लोग क्यों विश्वास नहीं कर पा रहे? मैंने आप लोग को रीजन बताया। मेन रीजन क्या है, लोग विश्वास क्यों नहीं कर पाते? मेन रीजन क्या है? उसका 44 वचन में मेन रीजन क्या लिखा है? तुम जो एक दूसरे के आदर चाहते हो और वह आदर जो एकमात्र परमेश्वर की ओर से है नहीं चाहते, किस प्रकार विश्वास कर सकते? क्यों नहीं विश्वास कर पा रहे? क्योंकि वो लोगों को परमेश्वर का आदर नहीं चाहिए, लोगों का आदर चाहिए। कैसा विश्वास करेंगे? प्रभु का वचन पढ़ रहे हैं किसके लिए? दिखाने के लिए कि मैं स्पिरिचुअल हूं, आत्मिक हूं। अंदर नहीं गया प्रभु का वचन, परमेश्वर का प्रेम अंदर नहीं है। ये रिलीजियस लोगों का, रिलीजियस को परमेश्वर ने प्रभु का वचन के सामने खोलकर कहा, मैं नहीं दोष लगाने वाला हूं, तुमने जिस पर भरोसा रखा मूसा है ना, मूसा तुम्हें दोष लगाने वाला है, क्योंकि उसने मेरे बारे में लिखा है। तो ओल्ड टेस्टमेंट जेनेसिस से लेकर मलाकी तक परमेश्वर यीशु मसीह के बारे में है। तो ओल्ड टेस्टमेंट कैसा पढ़ना चाहिए? पुराना नियम। ന്യൂ ടെസ്റ്റ്മെന്റ് की रोशनी में पुराना नियम पढ़ना चाहिए. മലയാളത്തിലൂടെ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് നിർത്താം. നോക്കിക്കേ, 46-ാമത്തെ വാക്യം, നിങ്ങൾ മോശയെ വിശ്വസിച്ചുവെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു, അവൻ എന്നെക്കുറിച്ച് എന്ത് ചെയ്തിരിക്കുന്നു. അപ്പം പഴയ നിയമത്തിൽ ഇരിക്കുന്ന വാക്യങ്ങളെല്ലാം ആരെക്കുറിച്ചായി പറയുന്നത്? യേശുവിനെ കുറിച്ചാണ്. അപ്പം ഇവർ വചനം വായിക്കുന്നുണ്ടെങ്കിലും യേശുവിനെ കുറിച്ച് പറയുന്ന സാക്ഷ്യം ഈ വചനത്തെ ഇവർ വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്താ വിശ്വസിക്കാൻ കഴിയാത്തത്? ഇവർക്ക് ബഹുമാനം ദൈവത്തിൽ നിന്നല്ല വേണ്ടത്, ഇവർക്ക് മനുഷ്യരിൽ നിന്ന് ബഹുമാനം വേണ്ടത് കൊണ്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതിനിട്ട് 47-ാമത്തെ വാക്യം, എന്നാൽ അവൻ്റെ എഴുത്ത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ എൻ്റെ വാക്ക് എങ്ങനെ വിശ്വസിക്കും? അപ്പം മോശ പറഞ്ഞതും ഞാൻ പറയുന്നതും കോൺട്രഡിക്ഷൻ അല്ല. മോശ എന്നെക്കുറിച്ച് പറയുന്നു, ഞാൻ മോശ പറഞ്ഞ കാര്യത്തെ കൺഫേം ചെയ്യുന്നതേ ഉള്ളൂ. കണ്ടോ? അപ്പം പഴയ നിയമം യേശു ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. യേശു പറഞ്ഞ കാര്യങ്ങളെല്ലാം മുഴുവനും സത്യമാണ് എന്ന് എങ്ങനെ വിശ്വസിക്കാം? നമ്മുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകം യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. ഇത് മാത്രം മതി. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. यीशु मसीह ने बोला हुआ क्लेम कि मैं पिता का तुल्य हूं, मैं जीवन दे सकता हूं, मैं न्याय करता हूं करके ये सब बोला हुआ क्लेम हम लोग क्यों आंख बंद कर विश्वास कर सकते हैं? आंख बंद नहीं करना है, विश्वास आंख खोलकर ही करना है. मैं एक फ्रेज बोला है, हम लोग क्यों विश्वास कर सकते हैं? क्योंकि प्रभु का वचन ने गवाही दिया है यीशु मसीह के बारे में. ओल्ड टेस्टमेंट स्क्रिप्चर प्रभु के बारे में गवाही दिया है और ये गवाही काफी है. दूसरा कोई गवाही चाहिए हमें? दूसरा कोई गवाही नहीं चाहिए. दिस स्क्रिप्चर इज इनफ टू ब्रिंग द सैल्वेशन, टू ब्रिंग द बिलीफ. लेट्स क्लोज आवर आइज, लेट्स प्रे. आंखों को बंद करेंगे, हम लोग प्रार्थना करेंगे. लेट्स प्रे. परमेश्वर मुझे ग्रेस दे दो, आपकी कृपा मुझे दे दे, ताकि मैं मुश्किल घड़ियों में हिम्मत के साथ विश्वास में रहूं करके हम लोग मिलकर प्रार्थना करेंगे. हाइए प्रार्थना करेंगे. परमेश्वर पिता, हम धन्यवाद करते हैं